ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ക്രോഷറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ക്രോഷറ്റ് കുഷൻ കവർ ചെയ്യുന്നൊരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും പിന്നെ കുറച്ച് ആൾക്കാരും ഇതിൻ്റെ ബേസിക്സ് ഒക്കെ പറയുമോ എന്ന് വെച്ചിട്ട് എനിക്ക് ആ വീഡിയോയിൽ തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് അതിൽ തന്നെ കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ഒരുപാടൊന്നുമില്ല, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ട് കണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ബേസിക്സിൻ്റെ ഒക്കെ വീഡിയോ ഇടാൻ കാരണം എനിക്ക് ഇവിടുന്ന് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അനിയത്തി കുട്ടിയുണ്ട്, ശില്പ, എന്നോട് ലൈവിൽ വരുമ്പോൾ ഒക്കെ പറയുന്നതാ, ചേച്ചി ഒന്നത് ചെയ്ത് കാണിക്കോ, പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് യെല്ലോ ആക്രിലിക് യാണാണ്, പിന്നെ വൈറ്റും പീച്ച് കളറും ഉള്ളത് കോട്ടൺ യാണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കോട്ടൺ യാൺ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആക്രിലിക് യാണും പിന്നെ മിക്സഡ് യാണും, കോട്ടണും ആക്രിലിക്കും മിക്സഡ് ആയിട്ടുള്ള യാൺ ഉപയോഗിച്ചിട്ട് ഞാൻ കൂടുതലായി ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്രോഷറ്റ് നീഡിൽ, പിന്നെ ഒരു സിസർ ആവശ്യമുണ്ട്, പിന്നെ വേണ്ടത് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന നീഡിൽ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ചെയ്ത് അതിൻ്റെ കവറൊക്കെ പോയതാ. അപ്പോൾ ഇനി നമുക്ക് ബേസിക് സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷറ്റ്, ഹാഫ് ഡബിൾ ക്രോഷറ്റ്, ഡബിൾ ക്രോഷറ്റ്, ട്രിപ്പിൾ ക്രോഷറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ക്രോഷേ ചെയ്യാൻ തുടങ്ങാം. 2 വിധത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാകും. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാനത് 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചതാണ്, അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച്. ഇനി നമ്മൾ വൂള് കയ്യിലെടുത്തതിന് ശേഷം വിരലിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ടൈറ്റാക്കി ഒന്ന് പിടിക്കണം. നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ലൂസായി കൊണ്ടിരിക്കും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നീഡിൽ ത്രെഡിലേക്ക് ചുറ്റി പുറത്തേക്ക് ആ സ്ലിപ്പ് നോട്ടിലേക്ക് കൂടി പുറത്തേക്ക് വലിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതുപോലെ നമുക്ക് എല്ലാ ലൂപ്പിലേക്ക് കൂടിയും ഇങ്ങനെ പുറത്തേക്ക് ത്രെഡ് വലിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. അത് നമ്മളിപ്പോൾ 10 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആക്കിയിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തോ ഒന്ന് കണ്ടാൽ മതി. ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിനോടുള്ള ഇഷ്ടവും പിന്നെ കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ക്രോഷ്യ എളുപ്പം പഠിച്ചെടുക്കാം. ഒരുപാട് ചാനലുകൾ യൂട്യൂബിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ 10 സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ചെയ്ത ത്രെഡ് വലിച്ച് ഒന്ന് കട്ട് ചെയ്ത് വിടുക. അതിപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്, അത് മനസ്സിലാകാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമാണ്. ഇപ്പോൾ 10 സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 10 ചെയിൻ സ്റ്റിച്ച് വെച്ച് തന്നെ ഞാൻ കാണിക്കുന്നത്. നിങ്ങളിപ്പം എന്തെങ്കിലും ഇപ്പോൾ മൊബൈൽ കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസ്റ്റർ അതുപോലെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ 10 ചെയിൻ സ്റ്റിച്ച് വെച്ചാൽ ചെയ്യുന്നുണ്ടെങ്കിൽ 10 സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിനും കൂടി കൂടുതലിടണം. കാരണം നമ്മൾ അവിടുന്ന് ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ 11 ചെയിൻ ഇട്ടതിന് ശേഷം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 10 സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നീഡിൽ ഉള്ള ആ സ്റ്റിച്ചല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്റ്റിച്ച് വിട്ടതിന് ശേഷം 2ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ നീഡിലേക്ക് ത്രെഡ് കടത്തേണ്ട ആവശ്യമില്ല, നേരിട്ട് നമ്മൾ സ്റ്റിച്ചിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ത്രെഡ് കടത്തി വിട്ട് പുറത്തേക്ക് എടുക്കുക. എല്ലാ സ്റ്റിച്ചിലും അതുപോലെ ഉള്ളിലേക്ക് കടത്തി വിട്ട് പുറത്തെടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. അതിലേക്ക് കൂടി ത്രെഡ് കടത്തി വിട്ട് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷറ്റ്. ചെയിൻ സ്റ്റിച്ചല്ല, സിംഗിൾ ക്രോഷറ്റ്. ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. 10 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിലെല്ലാത്തിലെ കൂടിയും നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യയുടെ ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അതിനുവേണ്ടി 10 ചെയിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 എക്സ്ട്രാ ചെയിന് കൂടി ഇടണം. എന്നിട്ട് ആ 2 ചെയിന് സ്കിപ്പ് ചെയ്തതിന് ശേഷം മൂന്നാമത്തതിൽ നീഡിലേക്ക് കൂടി യാണ് എടുത്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് കടത്തി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. അതിലേക്കൂടി യാണ് ത്രെഡിലേക്ക് കടത്തി പുറത്തേക്ക് എടുത്താൽ മതി. അതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചിലും യാണ് നീഡിലേക്ക് ചുറ്റിയതിന് ശേഷം സ്റ്റിച്ചിലേക്ക് താഴ്ത്തി സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് താഴ്ത്തി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് അതിലുണ്ടാവും. അതിലേക്കൂടി വീണ്ടും ത്രെഡ് കടത്തി പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടും. അതുപോലെ എല്ലാ സ്റ്റിച്ചിലും ചെയ്ത് നമുക്ക് പൂർത്തിയാക്കാം. ഇപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ത്രെഡ് കട്ട് ചെയ്യുക. നമ്മളത് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മളങ്ങനെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ. അതിനുവേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 10 ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ചെയിന് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. 10 ചെയിൻ ഇട്ടതിനോട് കൂടെ 3 എക്സ്ട്രാ ചെയിന് കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം നീഡിൽ യാൺ ഓവർ ചെയ്ത്, അതായത് നീഡിൽ ത്രെഡിൻ്റെ ഇടയിലേക്ക് കൂടി ഒന്ന് കടത്തി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എക്സ്ട്രാ ആഡ് ചെയ്ത് 1, 2, 3 ചെയിൻ വിട്ടതിന് ശേഷം 4ാമത്തെ ചെയിനിലേക്ക് കൂടി കടത്തി യാണ് നീഡിലേക്ക് ആക്കിയതിന് ശേഷം പുറത്തേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 2 ലൂപ്പിലേക്ക് കൂടി യാണ് പുറത്തേക്ക് എടുക്കുക. അത് കഴിയുമ്പോൾ 2 ലൂപ്പ് കൂടി ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമതും യാണ് 2 ലൂപ്പിലേക്ക് കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കിട്ടുന്നതാണ് ഡബിൾ ക്രോഷ്യ. ഇനി ബാക്കിയുള്ള 9 സ്റ്റിച്ചിലും കൂടി നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. യാൺ ഓവർ ചെയ്ത് നീഡിലേക്ക് കൂടി ത്രെഡ് കടത്തിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് താഴേക്ക് കടത്തി യാൺ ഒന്നുകൂടി നീഡിലേക്ക് കടത്തി എടുത്തതിന് ശേഷം മേലേക്ക് വലിച്ചെടുത്ത് 2 ലൂപ്പിലേക്ക് കൂടി ആദ്യം പുറത്തെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 2 ലൂപ്പ് കൂടി കിട്ടും. അതിലേക്കൂടിയും ഒന്നുകൂടി പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക്, അതായത് 10ാമത്തെ സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പം ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷ്യ. അതിനു വേണ്ടി 10 ചെയിന് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ 4 ചെയിന് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്നിട്ട് നീഡിലേക്ക് കൂടി 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം, ചുറ്റിയെടുക്കണം. 2 തവണ ചുറ്റിയെടുത്തതിന് ശേഷം 4 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം 5ാമത്തെ ചെയിനിലേക്ക് കൂടി കടത്തി പുറത്തേക്കെടുക്കുക. 2 ലൂപ്പിലേക്ക് കൂടി ആദ്യം പുറത്തേക്കെടുക്കുക. അതിനുശേഷം പിന്നെയും 2 ലൂപ്പിലേക്ക് കൂടി മാത്രം പുറത്തേക്കെടുക്കുക. ലാസ്റ്റ് 2 ലൂപ്പ് കിട്ടും. ഇനി അതുകൂടി യാൺ ഓവർ ചെയ്ത് പുറത്തേക്കെടുക്കുക. ഇപ്പോൾ കിട്ടിയതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഒന്നുകൂടി നോക്കാം. നീഡിലേക്ക് കൂടി ത്രെഡ് 2 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് കൂടി കടത്തി പുറത്തേക്കെടുത്ത് 2 ലൂപ്പിലേക്ക് കൂടി ആദ്യം ത്രെഡ് പുറത്തേക്കെടുക്കുക. അതിനുശേഷം വീണ്ടും 2 ലൂപ്പിലേക്ക് കൂടി ത്രെഡ് പുറത്തേക്കെടുക്കുക. ലാസ്റ്റ് 2 ലൂപ്പ് ബാക്കിയുണ്ട്, അതിലേക്ക് കൂടിയും ത്രെഡ് പുറത്തേക്കെടുക്കുക. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ചെയ്ത് 10ാമത്തെ സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കടത്തി വിട്ട് 2 ലൂപ്പിലേക്ക് കൂടി ആദ്യം, പിന്നെ 2 ലൂപ്പിലേക്ക് കൂടി, ലാസ്റ്റ് 2 ലൂപ്പിലേക്ക് കൂടി പുറത്തെടുത്ത് കഴിഞ്ഞ്
അത് കട്ട് ചെയ്യുക. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രോഷ്യറ്റിൻ്റെ 5 ബേസിക് സ്റ്റിച്ചസ് പഠിച്ചിട്ടുണ്ട്. അതായത് 1 ചെയിൻ സ്റ്റിച്ച്, 2 സിംഗിൾ ക്രോഷ്യറ്റ്, 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ, 5ാമത്തത് ട്രിപ്പിൾ ക്രോഷ്യറ്റ്. അങ്ങനെ 5 ബേസിക് സ്റ്റിച്ച് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ 5 ബേസിക് സ്റ്റിച്ചസ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യറ്റ് വെച്ചിട്ട് ലെയറായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണ്ടിക്കലും ഇട്ടിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യറ്റ് ചെയ്യുമ്പോൾ ഒരു 3 എക്സ്ട്രാ ചെയിന് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 3 എക്സ്ട്രാ ചെയിന് കൂടി അതിൻ്റെ 10 ചെയിനിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതിന് ശേഷം ആ 3 ചെയിന് സ്കിപ്പ് ചെയ്തതിന് ശേഷം 4ാമത്തെ സ്റ്റിച്ചിലേക്ക് കൂടി കടത്തി വിട്ടതിന് ശേഷം നേരത്തെ കാണിച്ചല്ലോ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ആദ്യം 2 ലൂപ്പിലേക്ക് കൂടി പുറത്തെടുത്ത് പിന്നെ 2 ലൂപ്പിലേക്ക് കൂടി പുറത്തെടുക്കുക. അതുപോലെ 10 സ്റ്റിച്ചിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. അതായത് 10ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെയും കൂടി ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കാണ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അതിനുവേണ്ടി 3 ചെയിൻ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെയും ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമ്മൾ ഇത്ര സമയം ചെയ്ത ഡബിൾ ക്രോഷ്യ അത് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് കൂടി നീഡിൽ മാത്രം കടത്തി ത്രെഡ് നീഡിലേക്ക് കടത്തി വലിക്കുക. അപ്പോൾ 2 ലൂപ്പിലേക്ക് കൂടി പുറത്തെടുക്കുക. അതിന് ശേഷം ഒന്നുകൂടി അതിൻ്റെ ഒരു ത്രെഡിലേക്ക് കൂടി മാത്രം കടത്തി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. അതിലേക്ക് കൂടി എടുക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും, സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇത് ഞാൻ ഏതോ ഒരു ചാനൽ നോക്കി കണ്ട് പഠിച്ചതാണ് കുറേ മുമ്പേ. അല്ലാതെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ നോക്കി അത് മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതിനിടക്ക് കളറ് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ ഇത്ര സമയം കാണിച്ച ബേസിക് സ്റ്റിച്ചസും പിന്നെ ഇപ്പോൾ ലെയറായിട്ട് ഡബിൾ ക്രോഷ്യ ലെയറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് അതും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ക്രോഷ്യ പഠിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാന മാർഗ്ഗമാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി കുറച്ച് ഇൻട്രസ്റ്റ് വേണം. അതുമാത്രമല്ല നല്ല ക്ഷമ വേണം. നമ്മൾ ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ പറ്റും. അപ്പോൾ നമ്മൾ അത് അഴിച്ച് പിന്നെയും ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോൾ 23 വർഷത്തോളമായി ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിലിടക്ക് കുറച്ച് നാൾ ഒഴിവാക്കിയിട്ടുണ്ടായി ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ടേ പറയുന്നതാണ് ചെറുതായി നീ ഒന്ന് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോഴൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് വിടുമല്ലോ, അത് നമുക്ക് കുറച്ച് നീളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തന്നെ ഷാർപ്പല്ലാത്ത നീഡിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളെ ക്രോഷ്യ നീഡിലുണ്ടല്ലോ അതുപയോഗിച്ച് നമ്മൾ ബാക്ക് സൈഡിലേക്ക് അത് ഓരോ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് കൂടിയും വലിച്ച് ടൈറ്റാക്കി വെക്കാനും പറ്റും. അപ്പോൾ നമ്മളിപ്പം ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ഇത് പൂർത്തിയായിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു രീതിയിൽ ചെയ്ത് കാണിച്ചതാണ്. പറ്റുന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ക്രോഷ്യ സ്റ്റിച്ചസ്.
ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ ലെയറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന്, പിന്നെ ആദ്യം ചെയ്ത ബേസിക് സ്റ്റിച്ചസ്, ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ. ഇതാണ് ബേസിക് സ്റ്റിച്ചസ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ആദ്യം കോട്ടൺ വൂൾ വെച്ചോ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് വെച്ചൊന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. നാട്ടിലിപ്പോൾ ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും. പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യാൺസിൻ്റെ വെറൈറ്റി കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഞാൻ മുമ്പ് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ക്രോഷ്യയെ പറ്റി കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.